സംസാരിച്ച കാര്യങ്ങളിൽ ഒന്ന് ടി പി വധവുമായി ബന്ധപ്പെട്ട് വി എസ് മുൻപെടുത്ത നിലപാടിൽ മാറ്റം വന്നു എന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഗാഡ്ഗിൽ നിർദ്ദേശങ്ങൾക്കൊപ്പമായിരുന്നു വി എസ്, ഇപ്പോൾ മാറി എന്ന വ്യാഖ്യാനം ഉണ്ടാകുന്നു. SNC ലാവ്ലിൻ കേസിലും വി എസ് നിലപാട് മാറ്റി എന്ന വ്യാഖ്യാനം ഉണ്ടാകുന്നു. ഇതിനെല്ലാം പല മാധ്യമങ്ങളിലായി പ്രചരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ വി എസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അതിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ചോദിക്കേണ്ട കാര്യമല്ല. ജനറലായിട്ട് ഞാൻ ഒറ്റ കാര്യം, അതായത് വി എസിന് പ്രായമായി, അതുകൊണ്ട് പ്രായത്തിന്റെ ചാഞ്ചല്യമാകാം ഇതിൽ ഉണ്ടായിട്ടുള്ളത് എന്ന ഒരു നിഗമനം. രണ്ട്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി മന്ത്രിസഭ മാറ്റം, ഒരു സർക്കാർ വീഴുന്നു, പുതിയ മന്ത്രിസഭ വരുന്നു, അതിൽ വി എസിന് പുതിയ സ്ഥാനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു എന്ന് ചിലർ പറയുന്നു. പാർട്ടിയുമായി സമരസപ്പെട്ടു പോയാൽ PBയിലേക്ക് വീണ്ടും കയറിപ്പറ്റാൻ സാധിക്കും എന്ന താല്പര്യം വി എസിനുണ്ട് എന്നെ പറഞ്ഞു. ഇത്തരത്തിൽ പ്രചരിക്കുന്ന വ്യാഖ്യാനങ്ങൾക്ക്, ആക്ഷേപങ്ങൾക്ക് എന്ത് മറുപടി? ഇത്തരത്തിൽ പ്രചരിക്കുന്ന ആക്ഷേപങ്ങൾക്ക് അനുരോധമായി ചിന്തിക്കുക എന്നുള്ളയാള് തന്നെ ഇതിൽ പക്ഷം ചേർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് എന്റെ ആക്ഷേപം. കാരണം ഞാനൊരു അവസരവാദിയായിട്ടാണ് നിങ്ങളിപ്പോ എന്നെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അവസരവാദിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ, ആ അവസരവാദിയെപ്പറ്റി നിങ്ങൾക്ക് തോന്നുന്നത് എഴുതിക്കോളൂ. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പുറത്തു പറയും നിങ്ങളെപ്പറ്റി. അത് തന്നെയല്ലെങ്കിൽ ഒരു അവസരവാദിയുടെ ചോദ്യമല്ലെങ്കിൽ ഇതെന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? ഓരോന്നിനെ സംബന്ധിച്ച് സ്ഫുടമായും വ്യക്തമായും വിശദമായി ഞാൻ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. എന്നിട്ടും പിന്നെ നിങ്ങളെടുത്ത് ചോദിക്കുന്നതിന്റെ അർത്ഥം സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അവസരവാദിയെപ്പോലെ ശത്രുക്കളുടെ മുമ്പിൽ കീഴടങ്ങി എന്നുള്ള നിലയിൽ ഉള്ള വ്യാഖ്യാനം നടത്താനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകന്റെ ഘടനയിൽ നിങ്ങളെ പെടുത്താനേ കഴിയില്ല. തികച്ചും, ഞാൻ പറയുന്നത് ക്ഷമിക്കണം, വഞ്ചകനായ ഒരാളായിട്ടല്ലാതെ അങ്ങനെയുള്ള ചോദ്യം എടുക്കാൻ കഴിയില്ല. വസ്തുതകളെല്ലാം ഓരോന്നോരോന്നായി ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും വീണ്ടും ആർക്കോ വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യം നേടുന്നതിൽ പരാജയപ്പെട്ടുകൂടല്ലോ എന്നുള്ള അടിസ്ഥാനത്തിൽ ചിന്തിച്ചിട്ടാണ് എഗെയിൻ ആൻഡ് എഗെയിൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചത്.